ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം രു രു ആണ്. രു രു എഴുതിയിരിക്കുന്നത് പാരോ ആനന്ദാണ്. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. നല്ല മനോഹരമായൊരു കഥയാണ്. അപ്പം പഠിച്ചാലോ? നോക്കാം. രു രു ഏക്ക് കങ്കാരു കാ ബച്ച ഥ. രൂരു ആരാണ്? ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി. കങ്കാരു കെ ബച്ചോങ്കോ ജോയിസ് കഹത്തെ ഹൈ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ ജോയ് എന്നാണ് വിളിക്കുന്നത്. വൈസേ ഹി ജൈസേ കുത്തേ കെ ബച്ചേക്കോ പില്ല ഔർ ബില്ലി കെ ബച്ചേക്കോ ബിലൗട്ട കഹത്തെ ഹൈ. നായയുടെ കുട്ടിയെ എന്താണ് വിളിക്കുന്നത്? നായക്കുട്ടി, പില്ല എന്ന് വിളിക്കും. അതേപോലെ തന്നെ ബില്ലി, പൂച്ചയുടെ കുട്ടിയെ എന്ത് വിളിക്കും? പൂച്ചക്കുട്ടി, ബിലൗട്ട എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്ന് വിളിക്കും. അതേപോലെ കങ്കാരുവിൻ്റെ കുട്ടിയെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. ഉസ്കി അമ്മി ഉസെ രൂരു ബുലാത്തി തി ക്യോങ്കി വഹ് ഹമേശ രോത്താ രഹ്താ ഥ. കങ്കാരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ രൂരു എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മ എന്താണ് വിളിക്കുന്നത്? രൂരു എന്നാണ് അവനെ വിളിക്കുന്നത്. രോ ക്യോം രഹേ ഹോ. നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മ ചോദിച്ചു. അമ്മ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. തുംകോ ബഹുത്ത് അകേല ലഗ്താ ഹേ ബേട്ട. എന്താ നിനക്ക് തനിച്ചായ പോലെ തോന്നുന്നുണ്ടോ കുഞ്ഞെ എന്ന് അമ്മ ചോദിച്ചു. ജേബ് സെ ഏക്ക് ബാരീക് സി ആവാസ് ആയി. അപ്പോൾ അമ്മയുടെ പോക്കറ്റിൽ നിന്ന്, കങ്കാരുവിൻ്റെ കുട്ടി എവിടെയാണ് ഉണ്ടാവുക? കങ്കാരുവിൻ്റെ പോക്കറ്റിലാണല്ലേ. അപ്പോൾ അമ്മയുടെ ആ പോക്കറ്റിൽ നിന്ന് ഒരു മൃദുവായ ഒരു ശബ്ദം ആവാസായി, ശബ്ദം വന്നു. ഹാ മേരാ കോയി ദോസ്ത് നെഹി. കങ്കാരു കുഞ്ഞ് പറയാണ്, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല. അമ്മി ഖുഷീസെ കൂദിനെ ഫാന്തിനെ ലഗി. അമ്മ വളരെയധികം സന്തോഷത്തോടെ തുള്ളി ചാടാൻ തുടങ്ങി. തോ ഇസ്ലിയെ ഉദാസ് രഹ്താത്ത മേരാ ബച്ച. അതുകൊണ്ടാണല്ലേ എൻ്റെ കുഞ്ഞ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. വേ ദൂർ തക്ക് കൂതുത്തി ഹി രഹി. അമ്മ അങ്ങ് ദൂരെ വരെ ചാടി പോയി. അമ്മ വളരെയധികം സന്തോഷത്തിൽ ചാടുകയാണ്. അതായത് കുഞ്ഞ് വളർന്ന അമ്മയുടെ പോക്കറ്റിൽ നിന്ന് പുറത്തു വരാനായി. ആ സന്തോഷത്തിലാണ് അമ്മ തുള്ളിച്ചാടുന്നത്. അമ്മ പറയാണ്, രൂരു അബ് ടൈം ആ ഗയാ ബച്ച. രൂരുവേ, ഇപ്പോൾ ടൈമായി, ഇപ്പോൾ സമയമായിരിക്കുന്നു. അമ്മയ്ക്ക് ഗോദസെ നികലോ ഔർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അമ്മയുടെ പോക്കറ്റിൽ നിന്ന്, അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്തോളാനാ പറയുന്നത്? പുറത്തു പോയി കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അമ്മ പറയാണ്. രൂരുവിനെ തോടാ ഠർത്തേ ഹുയേ ചിജക്തേ ഹുയേ ഹൗലേ സെ അമ്മിക്ക് ജേബ് സെ സിർ ബാഹർ നികാല. രൂരു കുറച്ച് പേടിച്ചുകൊണ്ട്, മടിച്ചുകൊണ്ട് പതുക്കെ അമ്മയുടെ പോക്കറ്റിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടു. ദുനിയ കിത്തനി ബഡി ഥി, കിത്തനി സുന്ദർ, കിത്തനെ സാരേ രംഗ് ആവാസിം, കിത്തനി ഖുഷ്ബു. ലോകം എത്ര വലുതാണ്, എത്ര സുന്ദരമാണ്, എത്ര തരത്തിലുള്ള നിറങ്ങളാണ് ഇവിടെയുള്ളത്, എത്ര തരത്തിലുള്ള ശബ്ദങ്ങളാണ്, എത്ര സുഗന്ധങ്ങളാണ് എന്ന് ഇങ്ങനെ രൂരു പുറത്തു വന്ന് ഇതൊക്കെ മനസ്സിലാക്കുകയാണ്. രൂരു ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത്. പർ രൂരു സഹം ഗയ. പക്ഷേ രൂരു പകച്ചു പോയി. ഇതനി ബഡി ദുനിയാ ഥി ബാഹർ. ഇത്രയും വലിയ ലോകമാണോ പുറത്തുള്ളത്? അമ്മി കങ്കാരു തോടി ദേർത്തോ സബ്ര കിയേ രഹി. അമ്മ കങ്കാരു കുറച്ചു നേരം ക്ഷമയോടെ തിന്നു. ഫിർ ഹൽക്കേസെ തപ്കി ധി. പിന്നെ അവൻ്റെ ചുമലിൽ മൃദുവായി തട്ടി. ഫിർ രൂരു കോ ഗുദ് ജേബ് സെ നികൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. അപ്പോഴാണ് അവൻ സ്വയം പോക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അമ്മ കണ്ടത്. അമ്മ അത് നോക്കിക്കൊണ്ട് നിന്നു. ആഖിർ അവസാനം രൂരു ജേബ് സെ ബാഹർ നികല. അവസാനം രൂരു പോക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. നീച്ചി ടഹനി പർ ഏക്ക് ചിടിയ ഗാനാ ഗാ രഹി തി. താഴെ ചില്ലയിലിരുന്നൊരു പക്ഷി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രൂരുവിനെ ചിടിയാസെ പൂച്ചന ചാഹാക്കി ക്യാ ഉസെ ഔർ ഗാനെ ബി ആത്തെ ഹൈ. രൂരു ആ പക്ഷിയോട് ഇങ്ങനെ ചോദിക്കുവാൻ ആഗ്രഹിച്ചു, നിനക്കിനിയും പാടാൻ കഴിയുമോ എന്ന്.
ക്യാ വോ ഉസേ ഗാന സിഖാ ദേഗി, നിനക്ക് ആ പാട്ട് എന്നെ ഒന്നുകൂടി പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചു. പർ ചിടിയ ഉട്കർ ദൂസരേ പേട് പർ ബൈഠ് ഗയി, എന്നാൽ പക്ഷി പറന്ന് മറ്റൊരു മരത്തിൽ പോയിരുന്നു. രുക്കോ രുക്കോ ജാവോ, നിൽക്കൂ നിൽക്കൂ, പോകരുത് എന്ന് കങ്കാരു കുഞ്ഞ് പറഞ്ഞു. ചിടിയാക്കെ പീച്ചെ കൂതുത്താ ഹുവ രൂരുനെ ചില്ലായ, പക്ഷിയുടെ പുറകെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് രൂരു ചാടി ചെന്നു. ചിടിയാ ബോലി മീം രുക് നഹി സക്തി, പക്ഷി പറഞ്ഞു ഞാൻ നിൽക്കില്ല. ബഹുത്ത് ബുരാ ഹോ ഗയാ ഹെ, വലിയ ആപത്ത് സംഭവിച്ചു. പക്ഷി പറയാണ് ഞാൻ നിൽക്കില്ല, വലിയൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ രൂരു ചോദിക്കുകയാണ് ക്യാ ബുരാ ഹുവ, എന്ത് ആപത്താണ് സംഭവിച്ചത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം പക്ഷി പറയാണ് പിച്ചലി രാത്ത് ഭയാനക് തൂഫാൻ ആയാത്ത, കഴിഞ്ഞ രാത്രി ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് വന്നു. തൂഫാൻ കൊടുങ്കാറ്റ്. മേരാ ഘോസല ബിഖർ ഗയ, എൻ്റെ പക്ഷിക്കൂട് തകർന്നു പോയി. ഘോസല പക്ഷിക്കൂട്. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ, എൻ്റെ കുട്ടികൾ വീഴുമെന്ന് കരുതി. മേം ഗാന നഹി ഗാ രഹി ഥി, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല. അപ്പനെ സാത്തിക്കോ ബുലാ രഹി ഥി, ഞാൻ എന്ത് ചെയ്യായിരുന്നു ഇപ്പോൾ, എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു, എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയായിരുന്നു. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഘോസല ടീ കർ ലേ, അവൻ വരുമ്പോൾ നമുക്ക് എത്രയും വേഗം കൂട് ശരിയാക്കാം എന്ന് പക്ഷി പറഞ്ഞു. രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട, രൂരു പക്ഷിയുടെ കൂടെ പോയി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ തെ, കുട്ടികൾ നിലത്ത് അവശരായി കിടക്കുകയായിരുന്നു. ചിടിയ ജോർസെ രോയി, പക്ഷി ഉറക്കെ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉട്ടാ ഹുവ ആയ, അവളുടെ ശബ്ദം കേട്ട് പക്ഷിയുടെ ഫ്രണ്ട് പെട്ടെന്ന് പറന്നു വന്നു. ഉൻ ദോനോങ്കോ ഉദാസ് ദേക്ക് രൂരുക്കോ ഏക്ക് ഖ്യാൽ ആയ, അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കണ്ട് രൂരുവിന് ഒരു ആശയം തോന്നി. മുझे एक जगह मालूम है, എനിക്കൊരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे ഉടനെ ലായക് നഹി ഹോ ജാത്തെ വേ ആരാം സെ വഹി രഹ് സക്തേ ഹൈ, കുട്ടികൾക്ക് പറക്കാൻ പ്രായമാകുന്നത് വരെ അവർക്കവിടെ സമാധാനമായി താമസിക്കാമെന്ന് രൂരു പറഞ്ഞു. ഫിർ ക്യാ ഥാ, പിന്നീട് എന്തുണ്ടായി. രൂരു की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी നരം മുലായം ജേബ് മേം രഖ് ലിയ, സുരക്ഷിതമായൊരു സ്ഥലമുണ്ടെന്ന് രൂരു പറഞ്ഞത് എവിടെയാണ്, രൂരുവിൻ്റെ അമ്മയുടെ പോക്കറ്റിലാണല്ലേ. രൂരുവിൻ്റെ സഹായത്തോടെ അമ്മ കങ്കാരു പതിയെ പതിയെ എല്ലാ കുട്ടികളെയും തൻ്റെ മൃദുവായ പോക്കറ്റിൽ വെച്ചു. മുലായം ജേബ് എന്ന് പറഞ്ഞാൽ മൃദുവായ, വളരെയധികം സോഫ്റ്റായ പോക്കറ്റിൽ വെച്ചു. യഹാ മുനി കോയി ഗദറ നഹീത, ഇവിടെ അവർക്ക് യാതൊരു ആപത്തും വരികയില്ല. ചിടിയാം ഖുഷീസെ ഗാനേ ലഗി, അപ്പോൾ പക്ഷികൾ പാട്ട് പാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോബി ഗാന സിഖാ ദിയ, അവർ രൂരുവിനെയും പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത്ത് രൂരു ആഹിസ്താസെ സംബൽക്കർ അമ്മയ്ക്ക് ജേബുമേ ഗുസ, ആ രാത്രി രൂരു പതുക്കെ ശ്രദ്ധിച്ച് അമ്മയുടെ പോക്കറ്റിൽ കയറി. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ച് കയറിയത്, പോക്കറ്റിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരിക്കുക, അപ്പോൾ ഇവൻ വളരെയധികം ശ്രദ്ധിച്ച് അവർക്കൊന്നും വരാതെ ശ്രദ്ധിച്ചാണ് അമ്മയുടെ പോക്കറ്റിൽ കയറിയത്. വഹ് ചിടിയോംകി ബഗൽമേ ദുബൽ ഗയ, അവൻ പക്ഷിയുടെ അരികിൽ പതുങ്ങി കിടന്നു. അബുവോ അകേല നഹീത, ഇപ്പോഴവൻ തനിച്ചല്ല, അവന് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവൻ വളരെയധികം സന്തോഷത്തിലാണ്.